മംഗല്യസിദ്ധിക്കായി യുവതീ യുവാക്കൾക്ക് വിവാഹ തടസ്സം മാറുന്നതിനു വേണ്ടി കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കല്യാണ രൂപത്തിൽ ഒരേ പീഠത്തിൽ വാണരുളുന്ന ശ്രീ ഉമയും മഹേശ്വരനും കുടുംബസഹിതം വാണരുളുന്ന മറ്റെങ്ങുമില്ലാത്ത ക്ഷേത്രം. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ 11 മണി വരെ സ്വയംവരാർച്ചന നാമജപത്തോടുകൂടി ഭഗവാന് നിവേദ്യ സമർപ്പണത്തോടുകൂടി നടത്തപ്പെടുന്നു. വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതീ യുവാക്കൾക്ക് തുടർച്ചയായി 23 ആഴ്ച ഈ പൂജയിൽ പങ്കെടുത്താൽ ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ ഫലസിദ്ധി ലഭിക്കുന്നു. ദീർഘസുമംഗലി പൂജയും നടത്തിവരുന്നു. സ്വയംവര അർച്ചനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരത്തിനും ക്ഷേത്രത്തിൽ ജ്യോതിഷന്റെ സേവനം ലഭ്യമാണ്. ഓർക്കുക, ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം, ഉമാമഹേശ്വര ജംഗ്ഷൻ, മെയിൻ റോഡ്, കൊല്ലം 1. ബഹുമാന്യരെ, എൻ്റെ പേര് രാജേന്ദ്രകുമാർ. ഞാൻ ചവറ സ്വദേശിയാണ്. റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപകനാണ്. എൻ്റെ മൂത്ത മകൾ MBBS കഴിഞ്ഞ് ഇപ്പോൾ MD സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. MSc സെക്കൻഡ് ഇയർ. MBBS പാസ്സായ കാലം മുതൽ അവളുടെ വിവാഹാലോചനകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ശരിയായി വന്നില്ല, ഒത്തുവന്നില്ല. അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബന്ധു കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ഈ സ്വയംവരാർച്ചന പൂജയെപ്പറ്റി എന്നോട് പറയുന്നത്. ഭഗവാനിലുള്ള വിശ്വാസം മൂലം ഞാനിവിടെ വരികയും ആ സ്വയംവരാർച്ചന 12 ദിവസത്തെ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതാണ്ട് 3-4 പൂജകൾ കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്നേ പറയേണ്ടൂ, പെട്ടെന്ന് ഒരു ആലോചന വന്നു. അതും ദൂരെ നിന്നുമല്ല, കൊല്ലത്ത് തന്നെ. ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിനകത്ത് കൊല്ലം തെക്കേവിള മാടന്ന അവിടെ നിന്നാണ് പയ്യൻ വന്നത്. അങ്ങനെ പയ്യൻ വന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാം അനുകൂലമായി. ആ വിവാഹം ഉറച്ചു. അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഈ മാസം 28-ാം തീയതി, ഓഗസ്റ്റ് 28-ാം തീയതിയാണ് വിവാഹം. കൊല്ലം ആനന്ദവല്ലീശ്വരം വിദ്യാധരാജ NSS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം. രാവിലെ 11 മണിക്കാണ് മുഹൂർത്തം. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ആ ദിവ്യശക്തിയുടെ ഒരു കാരുണ്യം മാത്രമാണ് എന്ന് ഞാൻ അടിവരയിട്ട് അല്ലെങ്കിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല. എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വരണം. ഈ സ്വയംവരാർച്ചന പൂജയിൽ പങ്കെടുക്കണം. പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. നന്ദി, നമസ്കാരം. ഉദയാർദ്രകിരണം ഉണരും ഉഷസ്സിന്റെ തിരിനാളമായിന്നും ഉണരുന്നിതാ. അഴകേഴും ഓരോ മലരായി മാറി തിരയുന്നിതാ നിന്റെ ചേവടി. ആദിവ്യാധികൾ തീർന്നൊഴിഞ്ഞിടും ആർദ്രമാകുന്ന വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. സദാ മന്ദസ്മിതങ്ങൾ തൂകുന്ന മാംഗല്യരൂപമേ വന്ദനം. ശൈലശൃംഗങ്ങൾ കൈകൂപ്പി നിൽക്കുന്ന ശൈവഗൗരീശ വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ
ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. തിരുതാലി തിരുസവിധമണിയിച്ചു പൂജിച്ചു വരമേറെ നേടുന്ന വന്ദനം. തിരുമൗലിയിൽ തൂകും കലയായി മാറിയാൽ അതിലേറെ ദിവ്യമാം സൗഹൃദം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. പുലരി വന്നൊരു മാത്ര നെറുകിൽ തലോടി പുതുജീവിതം തരും വന്ദനം. ജപമന്ത്രമറിയാതെ ഉഴലുന്ന യാമത്തിൽ അകപുറം നിറയുന്ന വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. ശ്രീഗണനാഥനും ശ്രീമുരുകേശനും സവിധം വിളങ്ങിടും ശ്രീലകം. സുഖദുഃഖരാ